ഇറാൻ തോൽക്കുക തന്നെ ചെയ്യും, ഇറാൻ തകരുക തന്നെ ചെയ്യും 100%. കുറച്ച് ടൈം എടുക്കും. എന്തുകൊണ്ട്? ഇതൊരു ശൈത്താനിയ ശക്തിയാണ് അമേരിക്കയുടെ കയ്യിലുള്ളത്. അതിനെ ഇലാഹിയായ ശക്തി കൊണ്ട് അല്ലാതെ നേരിട്ട് പരാജയപ്പെടുത്താൻ കഴിയില്ല. അങ്ങനത്തെ ഒരു ശക്തി ഇപ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ കയ്യിൽ ഇല്ല. ഒരു വിഭാഗം അവർ ഇപ്പോൾ വഹാബികൾ ഒരു സുന്നി സർക്കാർ ഇന്ന് ലോകത്തില്ല, ഒക്കെ വഹാബി സർക്കാരുകളാണ്. 2 സർക്കാരായി ഇന്ന് ലോകത്തുള്ളത്. ഒന്ന് വഹാബി സർക്കാരും ഒന്ന് ഷിയ സർക്കാരും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു സുന്നി സർക്കാർ എന്ന് പറയുന്നത് സുന്നി സൂഫി സർക്കാർ ലോകത്തെ ഒരു രാജ്യത്ത് ഒരെവിടെയില്ല. അപ്പോൾ ഈ 2 വിഭാഗത്തിൻ്റെ കയ്യിലും ഇലാഹിയായ നുസ്രത്തില്ല. ഒരു ഇലാഹിയായ നുസ്രത്ത് കൊണ്ടല്ലാതെ ഇവരെ നേരിടാനോട്ട് കഴിയൂല. അപ്പോൾ ഇറാൻ ഇതിൽ തകരും എന്ന് ചോദിക്കരുത്, അത് പറയാൻ ഞാനാളല്ല. മുസ്ലിം ലോകത്ത് സംഭവിച്ച ഇറാന്റെ പ്രശ്നമല്ല ഇപ്പോൾ ഇത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധമല്ലടോ മുസ്ലിം ലോകത്ത് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. 2 പ്രശ്നങ്ങളാണ്. ഒന്ന് ജെറൂസലേം യൂറോപ്പ് കൈവശപ്പെടുത്തി എന്നതാണ്. അത് 1099. അതുപോലെ ഒരു ദുരന്തം ഇപ്പം നിങ്ങളെല്ലാവരും വലിയ വാക്കുകൾ പറയാണ്. എന്ത്? ഇറാൻ ജയിച്ചു. ഒരിക്കലും ജയിച്ചിട്ടില്ല. ഇറാൻ തോൽക്കും, 100% തോൽക്കും. എഴുതിച്ചു. ഇറാൻ തോറ്റിരിക്കും. ഇറാന് നിലവിലുള്ള പ്രശ്നത്തെ മറികടന്ന് പോകാൻ ഒരിക്കലും കഴിയില്ല. അതിന് കാലം എടുത്തേക്കാം. എന്തുകൊണ്ട്? ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ 979 അമേരിക്കൻ ഉപരോധത്തിന് വിധേയമായ ഒരു സമൂഹമാണ്. അപ്പോൾ ഈ 50ഓളം വർഷങ്ങൾക്കിടയിൽ ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ ആ രാജ്യം നേടിയിട്ടുണ്ട്. അത് പെട്ടെന്ന് തകരൂല. ഇപ്പോൾ ഹോർമുസ് കടലിടുക്കടുത്ത് അടച്ചിട്ട് ചില്ലറ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ UAE-യിൽ നിന്ന് വന്ന വാർത്ത, ഞങ്ങളുടെ കയ്യിൽ 10 ദിവസത്തേക്കാൾ കൂടുതൽ ഭക്ഷ്യശേഖരം ഇല്ല എന്നാണ്. ഒരു 1000 ദിവസം കഴിഞ്ഞാലും ഇറാൻ പറഞ്ഞോളണം എന്നില്ല. എന്തുകൊണ്ട്? ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന് സ്വയം പര്യാപ്തത നേടി. എന്തുകൊണ്ട് നേടി? ഉപരോധം തന്നെ. ഉപരോധത്തിന് അങ്ങനത്തെ സ്വഭാവമുണ്ട്. ഒരാളെ ശരിയാക്കുകയാണെങ്കിൽ ശരിയാക്കി പോകണം, വിട്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ ശക്തി പ്രാപിക്കും. ആ സ്വഭാവം അങ്ങനെയാണ്. 979 റൂഹുള്ള ആയത്തുള്ള ഖുമൈനിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ ഷാ പഹ്ലവിയുടെ സർക്കാരിനെ നിഷ്കാസിതരാക്കി. ഷാ പഹ്ലവി പിന്നീട് അമേരിക്കയിലേക്ക് ഓടിപ്പോയി. ഇപ്പം ഏകദേശം എന്ന് പറഞ്ഞാൽ 47 കൊല്ലം ആവുകയാണ്. 79-ലാണത് നടക്കുന്നത്. ഇതെത്രയാ? 26. അപ്പം ഏകദേശം 47 വർഷമായി അവർ എന്തിലാണ്? ആ ഉപരോധത്തിലാണ്. അമേരിക്കൻ വിരുദ്ധ ചേരിയില്ല അവർക്ക്. അപ്പോൾ ഒരു സെൽഫ് പ്രൊട്ടക്ഷന് അവർക്ക് മിഡിൽ ഈസ്റ്റിലെ മറ്റേത് രാജ്യത്തെക്കാളും അവർക്ക് പവറുണ്ട്. പക്ഷേ ഈ പവർ ഒരിക്കലും നിലനിൽക്കില്ല. ഇറാൻ തോൽക്കുക തന്നെ ചെയ്യും, ഇറാൻ തകരുക തന്നെ ചെയ്യും 100%. കുറച്ച് ടൈം എടുക്കും. എന്തുകൊണ്ട്? ഇതൊരു ശൈത്താനിയ ശക്തിയാണ് അമേരിക്കയുടെ കയ്യിലുള്ളത്. അതിനെ ഇലാഹിയായ ശക്തി കൊണ്ട് അല്ലാതെ നേരിട്ട് പരാജയപ്പെടുത്താൻ കഴിയില്ല. അങ്ങനത്തെ ഒരു ശക്തി ഇപ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ കയ്യിൽ ഇല്ല. ഒരു വിഭാഗം ഇപ്പോൾ വഹാബികൾ ഒരു സുന്നി സർക്കാർ ഇന്ന് ലോകത്തില്ല, ഒക്കെ വഹാബി സർക്കാരുകളാണ്. 2 സർക്കാരായി ഇന്ന് ലോകത്തുള്ളത്. ഒന്ന് വഹാബി സർക്കാരും ഒന്ന് ഷിയ സർക്കാരും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു സുന്നി സർക്കാർ എന്ന് പറയുന്നത് സുന്നി സൂഫി സർക്കാർ ലോകത്തെ ഒരു രാജ്യത്ത് ഒരെവിടെയില്ല. അപ്പോൾ ഈ 2 വിഭാഗത്തിൻ്റെ കയ്യിലും ഇലാഹിയായ നുസ്രത്തില്ല. ഒരു ഇലാഹിയായ നുസ്രത്ത് കൊണ്ടല്ലാതെ ഇവരെ നേരിടാനോട്ട് കഴിയൂല. അപ്പോൾ ഇറാൻ ഇതിൽ തകരും എന്ന് ചോദിക്കരുത്, അത് പറയാൻ ഞാനാളല്ല. ഇറാൻ ഇത് തകരും. അപ്പം നിങ്ങളൊക്കെ എന്ത് ചെയ്യും? നിങ്ങൾ ജയിച്ചോരെ പാർട്ടിക്ക് സിന്ദാബാദ് വിളിക്കുന്ന പുതിയ യൂത്തെ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പം അത് അങ്ങനെയല്ല, അത് ഇങ്ങനെയല്ല, അത് ഓർമസ് കൂടലൊക്കെ അങ്ങനെയല്ല, അത് വഴിതിരിച്ച് ഒരു കനാലുണ്ടാക്കിയിട്ട് ഇപ്പുറത്ത് കൂടെ വിട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു, അങ്ങനെയല്ല എന്നറിയും. എനിക്കിത് പറയാൻ കഴിയുന്നില്ല, ഞാൻ ചാനലുകൾ കാണുന്നില്ല എന്നതുകൊണ്ടാണ്. കേരളത്തിൽ 24 മണിക്കൂർ
തുറന്നു വെച്ച 13 ന്യൂസ് ചാനലുകളുണ്ട്. ഞാൻ ഒരു ചാനലും കാണില്ല. പിന്നെ 300ഓളം ഓൺലൈൻ ചാനലുകളും കേരളത്തിലുണ്ട്. ഇതിൽ എല്ലാം ഉപയോഗപ്പെടുത്തുന്ന ഒരു നിർഭാഗ്യ കഥാപാത്രത്തിൻ്റെ പേരാണ് മലബാറി മാപ്പിള. മലബാറി മാപ്പിള ഒരു നിർഭാഗ്യ കഥാപാത്രമാണ്. കാരണം അയാൾക്ക് ഇതൊക്കെ നോക്കണം. എന്ത് മനസ്സിലായില്ല? 13 ന്യൂസ് ചാനൽ അയാൾക്ക് കാണണം. പിന്നെ ചെറുതും വലുതുമായ 300ഓളം ഓൺലൈൻ ചാനലുകളുണ്ട്. അതും മലബാരി മാപ്പിളക്ക് കാണണം. അപ്പൊ എല്ലാം കൂടി ആയിട്ട് അപ്പൊ ഈ ചാനലുകളാണ് നിങ്ങളെ ബുദ്ധിയെ നിയന്ത്രിക്കുന്നത്. ഞാൻ ഒരു ചാനലും കാണൂല. ഞാൻ ഒരു ചാനൽ ഒരാൾ പറഞ്ഞിട്ടല്ലാതെ വേൾഡ് ഒരു വിവരം ഞാൻ അറിയില്ല. എന്തുകൊണ്ട്? ഞാൻ നിയത്താക്കിയതാണ് അറിയരുത്. ഈ ലോകത്ത് എന്ത് നടക്കുന്നെങ്കിലും ഒരാൾ എന്നോട് പറയണം ഇങ്ങനെ നടന്നിട്ടുണ്ട് എന്ന്. അപ്പോഴേ ഞാൻ പ്രതികരിക്കൂ. ഞാൻ നോക്കൂല. എന്തുകൊണ്ട്? ഒന്ന് നോക്കിയാൽ ഇപ്പോൾ ഒരു പത്രം, ഞാൻ പത്രം വായിക്കൂല. എന്തുകൊണ്ട്? എല്ലാ പത്രങ്ങളും അസത്യമാണ്. എല്ലാ പത്രങ്ങളും അസത്യമാണ്. സത്യമായ ഒരു പത്രം ഈ ലോകത്തില്ല. ആകെ സത്യം ചരമകോളം മാത്രമാണ്. ചരമകോളം സത്യമാണ്. നീ ഏതെങ്കിലും മരിക്കാത്ത ഒരാളെ ചരമകോളത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പിറ്റേന്ന് ഖേദിക്കുന്നു. ഇന്നാലിന് അവറാൻകുട്ടി 38 വയസ്സ്, 48 വയസ്സ്, 56 വയസ്സ് മരിച്ചു എന്ന് ഇന്നലെ വാർത്ത വന്നതിൽ നിർവ്യാജം ഖേദിക്കുന്നു. മൂപ്പാറ മുഖ്യ പത്രാധിപർ. ഞാൻ പത്രം വായിക്കാനില്ല. അതുകൊണ്ട് എൻ്റെ ബുദ്ധി എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ചാനൽ കാണില്ല. അതുകൊണ്ട് എൻ്റെ ബുദ്ധി എൻ്റെ കയ്യിലുണ്ട്. രാവും പകലും തുറന്നു വെച്ച 13ഓളം TV ചാനലുകൾ, ചെറുതും വലുതുമായ 300ഓളം ഓൺലൈൻ ചാനലുകൾ. ഇതാണ് ഇന്ന് മലബാരി മാപ്പിളയെ നിയന്ത്രിക്കുന്നത്. മലബാരി മാപ്പിളക്ക് വേറെ ഒരു പണിയില്ല. എന്താ പണിയുള്ളത്? ശരാശരി ഒരു കേരളീയൻ 150 തവണയെങ്കിലും ഒരു ദിവസം സോഷ്യൽ മീഡിയ തുറക്കുമെന്നാണ് കണക്ക്. എന്താ പറഞ്ഞു? ശരാശരി ഒരു കേരളീയൻ ഒരു ദിവസം 150 തവണയെങ്കിലും സോഷ്യൽ മീഡിയ തുറക്കുന്നുണ്ട് എന്നാണ് ശരാശരി കേരളീയൻ. അപ്പൊ എന്താ പ്രശ്നം? ഭയങ്കര പ്രശ്നമാണ്. ഇതൊക്കെ ഒന്ന് നോക്കും. അവനെ നിയന്ത്രിക്കുന്നത് അവനല്ല. ഇങ്ങനെയുള്ളൊരു സമൂഹത്തിന് വലിയ പ്രശ്നം വരും. ഈ ഒരു സമൂഹം അതിവൈകാരിക സമൂഹമായിരിക്കും. മുസ്ലിങ്ങൾ ഇന്ന് അതിവൈകാരിക സമൂഹമാണ്. മുസ്ലിങ്ങളെപ്പോലെ അതിവൈകാരികമായ ഒരു സമുദായം വേറെയില്ല. ഇതേക്കുറിച്ച് പണ്ഡിതന്മാർക്ക് യാതൊരു ബോധവുമില്ല. കാരണം ഈ അതിവൈകാരികക്ക് ആരും അടിമപ്പെട്ടു പോയിട്ടുണ്ട്. പണ്ഡിതമെന്ന് പറയപ്പെടുന്നവർ അവർ പണ്ഡിതന്മാരല്ലെങ്കിൽ പോലും അന്തണ്ടായാലല്ലേ പണ്ഡിതനാകൂ. അള്ളാഹുവിന്റെ തൗഫീഖിനാൽ അന്തവല കുന്ത, അവർക്ക് അന്തവില്ല കുന്തമില്ല. പക്ഷെ ജനമധ്യത്തിൽ അവർ പണ്ഡിതന്മാരെന്ന് പറയും തലയെ കെട്ടി 25 മീറ്റർ തലയിട്ട് നടക്കുക. അന്തലഹും വല കുന്തലഹും, അവർക്ക് അന്തമില്ല കുന്തമില്ല. ഇത് നിയന്ത്രിക്കാൻ കഴിയില്ലേ? ഒരു സമൂഹം അതിവൈകാരിക സമൂഹമായി ടേൺ ചെയ്യപ്പെട്ടു. ഇന്ന് ലോകത്ത് അതിവൈകാരിക സമൂഹം മുസ്ലിങ്ങളാണ്. സത്യത്തിൽ മുസ്ലിങ്ങൾ അങ്ങനെ പാടില്ല. എന്തുകൊണ്ട്? മുസ്ലിങ്ങൾ റുഷ്ദുള്ള ജനതയാണ്. ഒരു ജനതക്ക് ആദ്യം വേണ്ടത്, ഒരാൾക്ക് മതം ലഭിച്ചാൽ ആദ്യം അയാൾക്ക് ലഭിക്കുക റുഷ്ദാണ്, വിവേകം. അത് ഇല്ല മുസ്ലിങ്ങൾക്ക്. ഇന്ന് വിവേകം ഇല്ല. ഒരിക്കലും മുസ്ലിങ്ങൾക്ക് വിവേകമില്ല. ഒരാളെ അള്ളാഹു പിഴപ്പിക്കാൻ ഉദ്ദേശിച്ചുവെങ്കിൽ അയാൾക്ക് റുഷ്ദ് നൽകുന്ന ഒരു സന്ദർഭം ഉണ്ടാവില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല
ഉമ്മത്ത് മുസ്ലിമത്തിൽ പൊതുവായി നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹു ഉമ്മത്ത് മുസ്ലിമത്തിനെ ധാര നേരെയാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത്. നമ്മളൊന്നും വിചാരിക്കരുത്. വലിയ മുർഷിദ. ഒരാൾക്ക് ദീനുണ്ടാകുക എന്ന് പറഞ്ഞാൽ നിസ്കാരം ഉണ്ടാകലില്ല. നിസ്കാരം ദീനിൽപ്പെട്ട ഒരു പാർട്ടാണ്. അതൊരു ആക്റ്റും ആവും. അതിന് ആഴമില്ലെങ്കിൽ അത് ആക്റ്റാണ്. ആഴമുണ്ടെങ്കിൽ ഈ ആഴം ഉണ്ടെങ്കിൽ ഉണ്ടാവണമെങ്കിൽ ഇവൻ ആദ്യം എന്ത് വേണം? റുഷ്ദ് വേണം. റുഷ്ദില്ല. അതിവൈകാരിക സമൂഹത്തിന് ഒരിക്കലും റുഷ്ദ് ഉണ്ടാവില്ല. അതിവൈകാരിക സമൂഹത്തിന് മുസ്ലിങ്ങൾ അടുത്ത കാലത്തായി അതിവൈകാരികവൽക്കരിക്കപ്പെട്ടു. ഇത്രയേറെ പൊതുജനം എന്താ പറയാ, ഒരു പൊളിറ്റിക്കലൈസ് ചെയ്യപ്പെട്ട ഒരു കാലം ലോക ചരിത്രത്തിൽ ഒരു കാലത്തും ഉണ്ടാവില്ല. പൊതുജനം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിരിക്കുക. ഇപ്പൊ പഴയ കാലത്ത് രാഷ്ട്രീയല്ലേ ഉണ്ട്, അത് രാജാവിനെയും രാജാവിൻ്റെ ചുറ്റിപ്പറ്റിയതിനെയും ബന്ധപ്പെടുന്ന കാര്യമാണ്. കൃഷിക്കാരെ ഇങ്ങനെ വേറെ നമ്മളെ രാജാവിനെ കൊന്നൂത്രേ, ഇപ്പൊ വേറെ ഏതോ രാജാവാണത്രേ, പിന്നെയും ആറ് നടും. മനസ്സിലായില്ല? പൊതുജനം എന്നും ഒരു പണിയെടുക്കേണ്ടത് എന്ത്? കൃഷി ഉണ്ടാക്കുക, അടിസ്ഥാന വിദ്യ നേടുക, രാജ്യത്തെ എല്ലാ നന്മകളും നിലനിർത്തുക. അവർ രാഷ്ട്രീയവൽക്കരിക്കപ്പെടാനേ പാടില്ല. അങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടാൽ അവർ വൈകാരികവൽക്കരിക്കപ്പെടും. എന്തൊക്കെ വളരെ ചിന്തിക്കേണ്ട കാര്യമായി പറയും. ചിന്തിക്കണം. ഇപ്പം മതം പോലും അത് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു. ഇപ്പം മതസമ്മേളനങ്ങൾ രാഷ്ട്രീയ സമ്മേളനങ്ങളാണ്. ദുആ സമ്മേളനങ്ങൾ പോലും രാഷ്ട്രീയ സമ്മേളനങ്ങളാണ്. കാരണം അതിൻ്റെ ലാഭം, അതിൻ്റെ താല്പര്യം രാഷ്ട്രീയമായിരിക്കും. സത്യത്തിൽ ദുആക്ക് സമ്മേളനമില്ല, സമ്മേളനത്തിൽ ദുആയും ഇല്ല. ദുആ എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് ഒരാൾക്ക് അല്ലാഹുമായുള്ള ബന്ധമാണ്. ഇതാണ് ദുആ. ദുആക്ക് വേണ്ടിയുള്ള സമ്മേളനങ്ങൾ ഒരു വലിയ ബിദ്അത്താണ്. അടുത്ത കാലത്ത് തുടങ്ങിയതാണ് ദുആക്ക് വേണ്ടി സമ്മേളനം. മറ്റേ സമ്മേളനത്തിൽ ദുആ ചെയ്തേക്കാം. ഇപ്പൊ ദുആ സമ്മേളനം എന്ന പുതിയ ഒരു സാധനം വന്ന്, ദുആ സമ്മേളനം. പണ്ടൊരു സമ്മേളനത്തിന്റെ അവസാന ഭാഗത്ത് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത, ഇതാണ് പണ്ട്. ഇപ്പൊ അങ്ങനെയല്ല. എന്താണ്? ദുആക്ക് വേണ്ടി സമ്മേളനത്തിൽ അതിൽ വേറെ താല്പര്യം ഉണ്ടാവും. ഒന്നിരിക്കൽ സംഘടന വളർത്തൽ, അല്ലെങ്കിൽ രാഷ്ട്രീയം. എന്ത് സമ്മേളനത്തിന് രാഷ്ട്രീയം വളർച്ച ഉണ്ടാവും. കാരണം എല്ലാം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ജനത ഉണ്ടാകാൻ പാടില്ല. അതായത് പൊതുജനം രാഷ്ട്രീയം അറിയാനേ പാടില്ല. പ്രത്യേകിച്ച് ആത്മീയ ഗുരുക്കന്മാർ രാഷ്ട്രീയ കാര്യത്തിൽ തന്നെ ഏർപ്പെടാൻ പാടില്ല. അവർക്ക് അതറിയാമെങ്കിലും പൊതുജനത്തിലേക്ക് പകരാൻ പാടില്ല. ഉദാഹരണം പറയാം. ഇപ്പോൾ മുസ്ലിം ലോകത്ത് അറിയുന്ന കാര്യത്തെ എല്ലാവരും അറിയുന്നതിനും ഖൈറില്ല. പഴയകാല പണ്ഡിതന്മാർ പൊതുജനത്തെ അതിലേക്ക് വില കൂട്ടിയിട്ടുമില്ല. ഉദാഹരണം പറയാം. മുസ്ലിം ലോകത്ത് സംഭവിച്ച ഇറാന്റെ പ്രശ്നമല്ല ഇപ്പം ഇത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധമല്ലടോ മുസ്ലിം ലോകത്ത് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. 2 പ്രശ്നങ്ങളാണ്. ഒന്ന് ജെറൂസലേം യൂറോപ്പ് കൈവശപ്പെടുത്തി എന്നതാണ്. അത് 1099. അതുപോലെ ഒരു ദുരന്തം മുസ്ലിം ലോകത്ത് വന്നിട്ടില്ല. പിന്നെ അവരിൽ നിന്നത് തിരിച്ചു കിട്ടുന്നത് 1187. വർഷങ്ങളൊക്കെ കൃത്യമാണ് എഴുതിയൊക്കെ എഴുതിയേക്കാം. 1099 ബഹുമാനപ്പെട്ട ഇസ്ലാമിൻ്റെ 2ാമത്തെ ഖിബിലയായ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ് എന്ത് ചെയ്തു? യൂറോപ്യന്മാർ പിടിച്ചടക്കി. അതിനേക്കാൾ വലിയ ഒരു പൊളിറ്റിക്കൽ പ്രശ്നം മുസ്ലിം ലോകത്ത് ഉണ്ടായിട്ടില്ല. ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പ്രശ്നമാണിത്. നിങ്ങൾ ആദ്യം എൻ്റെ കൂടെ വരണം. ഇതിപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. മനസ്സിലാവേണ്ടത് വളരെ ചിന്തിക്കണം, തല കൊടുത്ത് ചിന്തിക്കണം. അതായത് എന്നിട്ട് എന്ത് ചെയ്തു? മസ്ജിദുൽ അഖ്സയിലെ നിസ്കാര ഹാൾ അവർ കുതിരലായമാക്കി.
എന്തെങ്കിലും കേൾക്കേണ്ടത്? ഖുർആനിൽ പറഞ്ഞ പള്ളിയല്ലേത്? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറമി ഇലൽ മസ്ജിദിൽ അഖ്സ. ഖുർആനിൽ പറഞ്ഞ പള്ളിയാണ് ഏത്? ഈ മസ്ജിദ്. അത് യൂറോപ്യന്മാർ കുതിരലായമാക്കി AD 1099. അന്നൊരു മനുഷ്യൻ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. ആര്? അബൂ ഹമീദുൽ ഗസാലി. 1000 കൊല്ലത്തിനിടയിൽ അങ്ങനെ ഒരു മനുഷ്യൻ മുസ്ലിം ലോകത്തുണ്ടായിട്ടില്ല. എന്നാൽ ആ മനുഷ്യന്റെ രചനകളിൽ ഒരു സ്ഥലത്ത് പോലും അതിന്റെ പരാമർശമേ കാണുന്നില്ല. ഭയങ്കര നിങ്ങൾ സ്ട്രൈക്ക് ചെയ്യുന്നില്ലേ? മുസ്ലിം ലോകത്തിന്റെ 2ാം സഹസ്രാബ്ദത്തിന്റെ പരിഷ്കർത്താവാണ് ആര്? ഇമാം ഗസാലി. ഈ മനുഷ്യൻ ജനിക്കുന്നത് 1058, മരിക്കുന്നത് 1111. എത്രയിലാണ് ജനിക്കുന്നത്? 1058 ജനിച്ചിട്ട് 1111 ഇമാം ഗസാലിയുടെ മരണം. അതായത് 1099 ജെറൂസലേം പിടിച്ചടക്കിയിട്ട് മസ്ജിദുൽ അഖ്സ കുതിരലായമാക്കി. അവിടുത്തെ പരിശുദ്ധ ദീനിൻ്റെ തൗഹീദിൻ്റെ മുഴുവനും സ്തംഭങ്ങളെയും അടിച്ച് നശിപ്പിച്ച് തകർത്ത് തരിപ്പണമാക്കി അത് യൂറോപ്യനൈസേഷൻ അവിടെ സമ്പൂർണ്ണമായി നടപ്പിലാക്കി തൗഹീദിൻ്റെയും ദീനിൻ്റെയും സ്വഹാബത്ത് സ്ഥാപിച്ച, അല്ലെങ്കിൽ മഹാനായ സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലം മുതലേ തൗഹീദിൽ നിലനിൽക്കുന്ന ആ അടിസ്ഥാന ഭവനങ്ങളെ അശുദ്ധമാക്കുന്നത് 1099. അന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതനാണ് ആര്? ഇമാം ഗസാലി. എന്നിട്ട് ഗസാലി രചനകളിൽ എവിടെയെങ്കിലും ഇതിനെക്കുറിച്ച് പരാമർശമില്ല. ഗസാലിയുടെ പരാമർശം നാം അല്ലാഹുവിൽ നകന്നുപോയി, നാം അല്ലാഹുവിലേക്ക് തിരിച്ചു പോകണം. ഇതാണ് പണ്ഡിത ധർമ്മം. സത്യത്തിൽ എന്താണ് അതിൻ്റെ അർത്ഥം? എന്തുകൊണ്ടാണ് ഈ ഒരു അദാബ് നമുക്ക് സംഭവിച്ചത്? നമ്മൾ അല്ലാഹുവിൽ നിന്ന് അകന്നതാണ്. അപ്പോൾ യഥാർത്ഥ സൊല്യൂഷൻ പണ്ഡിതൻ കണ്ടെത്തി. പണ്ഡിതൻ പിണറായി വിജയൻ്റെ അടുത്ത് കണക്കല്ല വേണ്ട. അങ്ങനെ നടക്കുന്ന പണ്ഡിതൻ മോശം പണ്ഡിതനാണ്. പണ്ഡിതനായാൽ മുഖ്യമന്ത്രി ഇങ്ങോട്ട് വരും. മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വരാത്തത്? എന്തുകൊണ്ടാണ് മെമ്മോറാണ്ടം കൊണ്ട് ഓരോ സിറ്റിംഗ് കഴിയുമ്പോഴും ഒരു മെമ്മോറാണ്ടം അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ നമ്മൾ തീരുമാനിക്കുക? നമ്മുടെ പണ്ഡിതന്മാർ എത്ര മെമ്മോറാണ്ടം കൊണ്ടാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്തേക്കും ഡൽഹിക്കും പാഞ്ഞത്? എന്തുകൊണ്ടാണ്? അവർക്ക് അല്ലാഹു നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. അവരെ കയ്യിൽ അല്ലാഹു ഇല്ല, അവരെ തൊള്ളയിൽ അല്ലാഹു ഉള്ളത്. അത് അല്ലാഹ് കച്ചവടമാണ്. നിങ്ങളിത് സത്യമല്ലേ? നിങ്ങൾ പഠിക്കുക. ഇമാം ഗസാലി തങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ട് ഈ കാലത്ത്. അതിൻ്റെ പീക്ക് ടൈമാണത്. അവർ ജെറൂസലേം അഥവാ ബൈത്തുൽ മഖ്ദിസ് ബഹുമാനപ്പെട്ട മസ്ജിദ് അഖ്സയൊക്കെ അവർ നശിപ്പിച്ചു. മനസ്സിലായില്ലേ? പള്ളിയുടെ മിഹ്റാബിൽ അവർ എന്തിനെ കെട്ടി? കുതിരയെ കെട്ടി. അതിൻ്റെ കുതിരലായമാക്കി തൊഴുത്ത് ചാണകം, കുതിരച്ചാണകം കൊണ്ട് അഭിഷേകം ചെയ്തു. വളക്കുഴി. മനസ്സിലായില്ല? ഒരു കുതിരയെ കെട്ടിയ, പോത്തിനെ കെട്ടിയ അതിൻ്റെ ബാക്ക് ഭാഗത്ത് എന്താ ഉണ്ടാവുക? ചാണകം, പക്ക ചാണകം. ഇതേതാണ് പരിശുദ്ധ ഖുർആൻ ഷരീഫിൽ പറഞ്ഞ പള്ളി? എന്നിട്ട് ഇമാം ഗസാലി ജനങ്ങളെ ജനങ്ങളെ ഒരുമിക്കുകയും സംഘടിക്കുകയും നമ്മൾ മുന്നോട്ട് ഓയ് കുറച്ചാളെ കൂട്ടി അതിനെതിരെ ഒരു പരിപാടി നടത്തി സമ്മേളനം അതും ഇതും ഇവിടെ അടിച്ചാടും എന്നുമില്ല. ഇമാം ഗസാലിയുടെ രചനകൾ നിറയെ പണ്ഡിത വിമർശനം, നിറയെ കാണുന്ന പണ്ഡിതന്മാർ ദുനിയാവിൻ്റെ അടിമകളായി. അപ്പോൾ അല്ലാഹുവിൻ്റെ അദാബ് ഇറങ്ങി. നമ്മൾ അല്ലാഹുവിൽ നിന്ന് അകന്നുപോയി. നമ്മൾ അല്ലാഹുവിലേക്ക് തിരിച്ചെത്തിയാലേ അല്ലാഹുവിൻ്റെ റഹ്മത്ത് വരൂ. ഇതല്ലാതെ ഗസാലി രചനകളിൽ ഇല്ല. അഥവാ ലോക്കൽ പൊളിറ്റിക്സോ അല്ലെങ്കിൽ ഒരു സമയത്തുണ്ടാകുന്ന ഇൻ്റർനാഷണൽ പൊളിറ്റിക്സോ ജനങ്ങളിൽ എത്തിക്കേണ്ട ആളല്ല ആര്? പണ്ഡിതൻ അല്ലാഹുവിൽ നിന്ന് ജനങ്ങൾ അകന്നതിൻ്റെ ശിക്ഷയാണ് എന്ന് മനസ്സിലാക്കേണ്ട ആദ്യത്തെ ആളാണ്. അപ്പോൾ ജനങ്ങളെ തിരിച്ചെത്തിക്കേണ്ടത് ആരിലേക്കാണ്?
അള്ളാഹുവിലേക്ക്. ബാക്കിയൊക്കെ കൃത്യമായി നടന്നോളൂ. അത് നടക്കും ചെയ്തു. അതങ്ങനെ തന്നെ നടന്നു. എങ്ങനെ നടന്നു? ഈ ഇമാം ഗസാലിയുടെ ശിഷ്യന്റെ ശിഷ്യനാണ് ആര്? 37 ജനിക്കുന്ന ആര്? സുൽത്താൻ സലാഹുദ്ദീൻ. AD 1137 സുൽത്താൻ സലാഹുദ്ദീൻ ജന്മം. ഓർ 38, 37, 38 ആയിരിക്കും, 38 തോന്നുന്നു, 37 ഓർ 38. സുൽത്താൻ സലാഹുദ്ദീൻ. ഒന്ന് നോക്കി മാഷെ അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. ഈ ഇമാം ഗസാലിയുടെ ശിഷ്യന്റെ ശിഷ്യനാണ് ആര്? സുൽത്താൻ സലാഹുദ്ദീൻ. സുൽത്താൻ സലാഹുദ്ദീൻ കൃത്യമായ കാര്യത്തിന്റെ അപ്രോച്ച് കൃത്യമാക്കി. ഈ സുൽത്താൻ സലാഹുദ്ദീന്റെ പിന്നിൽ പിടിച്ചു നിൽക്കാൻ യൂറോപ്യർക്ക് കഴിഞ്ഞില്ല. അത് സുൽത്താൻ സലാഹുദ്ദീന്റെ ബാധ്യതയാണ്, പണ്ഡിതന്റെ ബാധ്യതയല്ല. അതെ, 37 അല്ലെങ്കിൽ 38, രണ്ടാലൊന്നാണ്. മനസ്സിലാവുണ്ട്? 93 ഓർ 92 എന്നെ ഓർമ്മ. 1192 മരണം. 1137 അല്ലെങ്കിൽ 38 ജനിച്ചു. ഇവർ ഈ പരിശുദ്ധമായ ഖുദ്സിനെ മോചിപ്പിച്ചു 1187, 1187 മോചിപ്പിച്ചു. 1187 ബൈത്തുൽ മഖ്ദസ് മോചിപ്പിച്ചു. ആര്? സുൽത്താൻ സലാഹുദ്ദീൻ. സുൽത്താൻ സലാഹുദ്ദീൻ സുൽത്താനാണ്, പണ്ഡിതനല്ല. പണ്ഡിതന്റെ ബാധ്യത രാഷ്ട്രീയക്കാർക്ക് ആളുണ്ടാക്കി കൊടുക്കലല്ല. പണ്ഡിതന്റെ ബാധ്യത ജനങ്ങൾ ആരിലേക്ക്? അള്ളാഹുവിലേക്ക് എത്തിയ ആര്? സുൽത്താൻ സലാഹുദ്ദീൻ. അദ്ദേഹം ടെന്റുകളിൽ താമസിക്കുകയും പകൽ മുഴുവൻ നോമ്പ് നോക്കുകയും രാത്രി മുഴുവൻ പൊട്ടി കരയുകയും അള്ളാഹ് എന്ന് പറയും. ആ മനുഷ്യൻ അള്ളാഹ് വിജയം കൊടുത്തു. അത് ആരുടെ ഇൻഫ്ലുവൻസ് ആണ്? അത് ഇമാം ഗസാലിയുടെ. ഒരു സമൂഹത്തിന്റെ രാഷ്ട്രീയവൽക്കരണത്തിന് പണ്ഡിതന്മാർ കൂട്ടു നിൽക്കാൻ പാടില്ല. രാഷ്ട്രീയത്തിന് ഒരിക്കലും സ്ഥിരത ഉണ്ടാവില്ല. രാഷ്ട്രീയം ഏത് ജന്നാത്തുൽ ഫിർദൗസ് എന്നൊരു സംഘടനക്ക് പേരിട്ടാലും അത് ദുന്യാവായിരിക്കും എൻ്റെ പിന്നിൽ. നമുക്ക് പുതിയ പേരൊന്നും അല്ലാതെ ഇനി പുതിയ പേരുണ്ടായിക്കളി. പേരൊന്നും പോരാത്തോണ്ട് പറയേ ജന്നാത്തുൽ ഫിർദൗസ് പാർട്ടി അങ്ങനെ പേരിട്ടാൽ ലക്ഷ്യം ദുന്യാവായിരിക്കും. ഓനെ ജന്നാത്തുൽ ഫിർദൗസ് തിരുവനന്തപുരത്താണ്. അതിൻ്റെതായ അനിവാര്യ അതൊരു ആവശ്യം കക്കൂസ് ആവശ്യമല്ലേ? കക്കൂസിലാക്കാൻ പറ്റും, ആവശ്യം തന്നെ. പക്ഷെ പണ്ഡിതൻ അതിൻ്റെ ആളാകരുത്. അതിൻ്റെ ആളക്കയറ്റലും ആളിറക്കലും അല്ല പണ്ഡിത ബാധ്യത. ഒരു ആവശ്യ സന്ദർഭത്തിൽ ഒരു ആവശ്യം പറയുന്നതിൽ തെറ്റുമില്ല, അതുമില്ല. ഈ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് രാഷ്ട്രീയക്കാരെ വിമർശിക്കുകയില്ല. എന്തുകൊണ്ടൊരു വോട്ട് അവർക്ക് കുറയരുത്, അതിവിടെ ആവശ്യം തന്നെയാണ്. എന്നാൽ അവർ നിർത്തിയ സ്ഥാനാർത്ഥികളൊക്കെ നല്ലവരാണ്. കേരളത്താൻ ബഡ്കൂസുകൾ വരെ ആ സ്ഥാനാർത്ഥികളെ കൊടുത്തിട്ടുണ്ട്. ആ ബഡ്കൂസുകൾ ജയിക്കാനും പോകുന്നുണ്ട്, അത് വേറെ വിഷയം. മുസ്ലിം രാഷ്ട്രീയ പാർട്ടി നിർത്തിയ സ്ഥാനാർത്ഥികളൊക്കെ 100% പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് അഭിപ്രായമല്ല. 10% പെർഫെക്റ്റ് അല്ലാത്ത ബഡ്കൂസുകൾ വരെ MLA ആയി ജയിക്കാനുള്ള സാധ്യതകൾ ഈ കൊല്ലമുണ്ട്. പക്ഷെ ഞാൻ അവരൊന്നും വിമർശിച്ചില്ല. എന്തുകൊണ്ട്? പൊതുവായ മുസ്ലിം സമൂഹ ശരീരത്തിന് അതിൻ്റെ പേരിൽ നഷ്ടമുണ്ടാകാൻ പാടില്ല. വിമർശനം അപ്പോൾ പാടില്ല. വിമർശനം ഇനിയും ഉണ്ടാകാം, മുമ്പുണ്ടായിട്ടുമുണ്ട്. ഞാൻ പറഞ്ഞോർത്തുനിന്ന് മാറിയിട്ടുമില്ല. ഞാൻ മാറും നിങ്ങൾ വിചാരിക്കുക വേണ്ട, ഞാൻ അവിടെ തന്നെയുള്ളത്. അള്ളാഹു എന്ന ചിന്ത മനുഷ്യന്മാർക്കില്ലാതെ മനുഷ്യൻ ദുനിയാവിൻ്റെ പിന്നെ അതൊന്നും നമ്മുടെ ബാധ്യതയില്ല. ഈ അതിവൈകാരികതയിലൂടെയാണ് ഇപ്പം മുസ്ലിമത്ത് കടന്നു പോകുന്നത്. ഇനി ഞാൻ വേറെ ഉദാഹരണം കൂടി പറയാം. അതേസമയത്ത് അവരുടെ ഒരു രചനയിലും ആ കാര്യേ കാണുന്നില്ല. അവർ ഇത് ഒരു പ്രതിഫലനമായിട്ടാണ് കാണുന്നത്. എന്തിന്? അള്ളാഹുവിൽ നിന്ന് ജനങ്ങൾ അകന്നു പോയതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് എന്ത്? ബൈത്തുൽ മുഖദ്ദസ് നഷ്ടപ്പെട്ടു പോയത്. അപ്പം മനുഷ്യർ തിരിച്ചടിക്കേണ്ടത് യൂറോപ്പിനെതിരെ അല്ല, അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടത്. അള്ളാഹുവിലേക്ക് ഉമ്മത്ത് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ കൃത്യമായി നടക്കും. അതിന് പറ്റിയ ആളപ്പം ഉണ്ടാവും. അത് ഗസാലി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഗസാലി നാം അള്ളാഹുവിൽ നിന്ന് അകന്നുപോയി